സിനിമാ കോൺക്ലേവിലൂടെ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകുമെന്ന പ്രതീക്ഷയാണ് സർക്കാരിനുള്ളത്. സിനിമാ മേഖലയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ മുതൽ പുതിയ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വരെ കോൺക്ലേവിൽ ചർച്ചയാകുമെന്നാണ് സംഘാടകർ പറയുന്നത്. ഏറെ വിവാദങ്ങൾക്കും ചർച്ചയ്ക്കും ശേഷമാണ് സിനിമാ കോൺക്ലേവ് എന്ന ആശയത്തിലേക്ക് സർക്കാർ എത്തിയത്. സിനിമാ കോൺക്ലേവിന് മേഖലയെ നയിച്ച സംഭവങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. 2017 കൊച്ചിയിൽ നടിക്കെതിരെ അതിക്രമം നടന്നപ്പോഴാണ് സിനിമയിലെ സ്ത്രീ സുരക്ഷയും ചൂഷണവും ഗൗരവമായ ചർച്ചയിലേക്ക് വരുന്നത്. പിന്നാലെ സ്ത്രീ പരിരക്ഷയും നീതിയും ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടന രൂപം കൊണ്ടു. തൊഴിൽ മേഖലയിലെ ചൂഷണത്തെ ചെറുക്കുമെന്ന മുദ്രാവാക്യവുമായി WCC നിലപാടറിയിക്കാൻ തുടങ്ങി. വിമൺ ഇൻ സിനിമ കളക്റ്റീവ് അഥവാ WCCയുടെ ഇടപെടലാണ് ഹേമ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്. തുടർന്ന് 2017 മുൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ഹേമയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന സർക്കാർ കമ്മിറ്റി രൂപീകരിച്ചു. മലയാള ചലച്ചിത്ര മേഖലയിലെ നിരവധി വനിതാ പ്രവർത്തകർ കമ്മിറ്റിക്ക് മുൻപാകെ ആശങ്കകളും ചൂഷണത്തിന്റെ ഞെട്ടിക്കുന്ന അനുഭവങ്ങളും വെളിപ്പെടുത്തി. ഹേമ കമ്മിറ്റിയോടുള്ള വിശ്വാസ്യതയാണ് പലരുടെയും തുറന്നു പറച്ചിലിന് കാരണമായത്. എന്നാൽ പിന്നീട് അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠിക്കാൻ മറ്റൊരു കമ്മിറ്റിയെ നിയോഗിച്ചത് വിവാദങ്ങൾക്ക് കാരണമായി. ഒടുവിൽ 2019 ഡിസംബറിൽ ഹേമ കമ്മിറ്റി സർക്കാരിന് മുൻപാകെ റിപ്പോർട്ട് സമർപ്പിച്ചു. ഏറെ വിവാദങ്ങൾക്ക് പിന്നാലെ 2024 വിവരാവകാശ കമ്മീഷൻ ഉത്തരവോടുകൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗങ്ങൾ പുറത്തു വന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിനായി സർക്കാർ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു. എന്നാൽ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയ ആരും പ്രത്യേക സംഘത്തിന്റെ മുന്നിലെത്തിയില്ല. തുടർന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അന്വേഷണം അവസാനിപ്പിച്ചെങ്കിലും മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹാരമില്ലാതെ തുടർന്നു. ഈ ഘട്ടത്തിലാണ് സർക്കാർ സിനിമാ കോൺക്ലേവ് എന്ന ആശയവുമായി മുന്നോട്ട് വന്നത്. 2023 അന്നത്തെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർപേഴ്സണായിരുന്ന ഷാജി എൻ കരുണിന്റെ നേതൃത്വത്തിൽ സിനിമാ നയ രൂപീകരണ സമിതി നിലവിൽ വന്നു. പീഡനക്കേസിൽ ആരോപണ വിധേയനായ മുകേഷ് MLA നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നത് സാംസ്കാരിക വകുപ്പിന് തിരിച്ചടിയായി. തുടർന്ന് സിനിമാ നയ രൂപീകരണ സമിതി മേഖലയിലെ വിവിധ സംഘടനകളുമായി പലയാവർത്തി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് കോൺക്ലേവിലെ ചർച്ചയിൽ ഉൾപ്പെടുത്താനുള്ള വിഷയങ്ങൾ തീരുമാനിച്ചത്. ഇന്നും നാളെയും നടക്കുന്ന സിനിമാ കോൺക്ലേവിൽ സിനിമാ മേഖലയിലെ സ്ത്രീ സുരക്ഷ, തുല്യവേതനം, പരാതി പരിഹാര സംവിധാനം തുടങ്ങി 9 വിഷയങ്ങൾ ചർച്ച ചെയ്യും. കോൺക്ലേവിന് ശേഷം 2 മാസത്തിനുള്ളിൽ സിനിമാ നയത്തിന്റെ കരട് പ്രഖ്യാപിക്കാനാണ് സർക്കാരിന്റെ നീക്കം.